എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 10 വർഷത്തെ സമരങ്ങൾ നമ്മൾ നോക്കിയാൽ ഒരു സമരവും യഥാർത്ഥത്തിൽ ലക്ഷ്യം കണ്ടില്ല. സമരക്കാർ മാക്സിമം എന്ത് ചെയ്യുമെന്ന് ഇപ്പോൾ കേരളത്തിലെ പൊതുജനത്തിനറിയാം. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയക്കാരുടെ സമരങ്ങളെ പൊതുജനം ശ്രദ്ധിക്കുന്നുമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ ഫ്രണ്ടിലെ ഫ്ലക്സും ഒക്കെ പിടിച്ച ആ ഫ്ലക്സിൻ്റെ പുറകിൽ നേതാക്കന്മാരിങ്ങനെ നിരന്ന് നിന്ന് അതിൻ്റെ പുറകിൽ ഒരു സംഘം അണികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് വന്നിട്ട് അല്ലെങ്കിൽ മുദ്രാവാക്യമൊക്കെ വിളിച്ച് വലിയ ആവേശത്തിൽ അങ്ങോട്ട് വന്നിട്ട് ഈ പോലീസിൻ്റെ ബാരിക്കേഡിൻ്റെ അവിടം വരെ വരും. ഈ പോലീസിൻ്റെ ബാരിക്കേഡിൻ്റെ അവിടെ വരെ വന്നിട്ട് ഈ ബാരിക്കേഡെ പിടിച്ച് ഇങ്ങനെ കുറേ കുലുക്കുന്ന സമയം കൊണ്ട് നേതാക്കന്മാർ പതുക്കെ അങ്ങ് എസ്കേപ്പ് ആകും. നേതാക്കന്മാർ പതുക്കെ അങ്ങ് എസ്കേപ്പായി കഴിയുമ്പം പോലീസ് വെള്ളം ചീറ്റും. പോലീസ് വെള്ളം ചീറ്റിക്കഴിഞ്ഞാൽ നേതാക്കന്മാരെല്ലാം സുരക്ഷിതമായ സ്ഥലത്തെത്തി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അത്യാവശ്യം വേണ്ടി വന്നാൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അടി അങ്ങോട്ട് അടിക്കും. നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള സമരങ്ങൾ മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ എല്ലാ സമരങ്ങളും ഇപ്പോൾ ഈ രീതിയിലാണ് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് വെള്ളം ചീറ്റുന്നു, അത്യാവശ്യം അണികൾക്ക് തടി കൊടുക്കുന്നു, നേതാക്കന്മാർ ഒഴിഞ്ഞു നിൽക്കുന്നു. ഇതൊക്കെയായിപ്പം അതായത് ഈ അടി നടക്കുന്ന സമയം കൊണ്ട് ഈ പ്രകടനം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്നുള്ള വീഡിയോയും പിന്നെ അത് കഴിഞ്ഞ് പോയി കുലുക്കുന്ന വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടി കൊണ്ട് അണികൾ പോകുന്ന ഫോട്ടോ ഒക്കെ പത്രക്കാരെടുത്തോളും. അപ്പോൾ സോഷ്യൽ മീഡിയയ്ക്കകത്തും പിന്നെ ടി വിക്കകത്തും പത്രത്തിനകത്തും വരാനുള്ള ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നേതാക്കന്മാർ എസ്കേപ്പായി. അടി സ്വാഭാവികമായിട്ട് ഇങ്ങനെ നടക്കുകയും ചെയ്യും. ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചുകൊണ്ടിരിക്കുക. വല്ല കാര്യമുള്ള കേസാണോ? ഈ 10 വർഷമായിട്ട് ഈ കരിങ്കൊടി കാണിച്ചിട്ട് ഒന്നാമത്തെ കാര്യം പറയുന്നത് ഈ കരിങ്കൊടി പോയിട്ട് തുണി പൊക്കി കാണിച്ചാൽ പോലും മുഖ്യമന്ത്രിക്ക് വിഷയമില്ല. ഇനി ഇച്ചിലൂടെ ഞാൻ കടത്തി പറയാം, തുണി പറിച്ച് കാണിച്ചാൽ പോലും പുള്ളിക്കൊരു വിഷയമുള്ള ആളല്ല. അങ്ങനെയുള്ള ആളിനെ ഇങ്ങനെ ഇത് പൊക്കി കാണിച്ചിട്ട് എന്നാ പ്രയോജനം ഇരിക്കുന്നത്? ഒരു പരിധിവരെ ഈ കേരള മുഖ്യമന്ത്രിയുടെ തൻ്റെടം നമ്മൾ സമ്മതിക്കണം. കേരള മുഖ്യമന്ത്രിയുടെ തൻ്റെടം നമ്മൾ സമ്മതിച്ചാൽ മതിയാവുള്ളൂ. കോൺഗ്രസിന് ഒരു അധികാരം കിട്ടുകയാണെങ്കിൽ, ഇനിയിപ്പോൾ അടുത്ത വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസിന് അധികാരം കിട്ടിയാലും ഉണ്ടാകാൻ പോകുന്നത് ഒരു 2 ആഴ്ചത്തെ യുവന്മാർ ഇവിടെ കിടന്ന് അടിവെക്കും. ആര് മുഖ്യമന്ത്രിയാവും? കാരണം 75 പേര് ചോദിച്ചാൽ 75 പേർക്ക് മുഖ്യമന്ത്രിയാവണം. ഈ 75 പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അടിച്ച് ഇതൊരു തരത്തിലും തീരുമാനമാകുമ്പോൾ യുവമാരെ എല്ലാത്തിനും കൂടെ അങ്ങോട്ട് വിളിക്കും. യുവമാരെല്ലാം കൂടെ ഒരു സംഘം ഇവിടുന്ന് കയറിപ്പോവും. എല്ലാം കൂടെ കയറി അവിടെ ചെന്ന് കഴിയുമ്പം കടിയും പിടിയും വഴിയും കാരണം അവസാനം ഇത് എങ്ങനെയെങ്കിലും അവസാനം ഒരാഴ്ച കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ധാരണയാക്കി എടുക്കും. അങ്ങനെ ഒരാഴ്ച കൊണ്ട് ധാരണയാക്കി എടുത്താൽ തന്നെ ആ ഒരുത്തം മാത്രം ചിരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും. ചിരി എന്ന് പറഞ്ഞാൽ വലിയ ചിരിയൊന്നും കാണുകയില്ല. പിന്നെ ബാക്കി കൂട്ടത്തിലുള്ളവന്മാരെല്ലാം പല്ലുറുമി അവസരം കിട്ടുമ്പോൾ കാല് മാറാം വീഴിക്കാം എന്നെല്ലാം പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വരും. അങ്ങനെ ഒരുത്തനും ഒന്ന് തീരുമാനമെടുത്താലോ, ഇലക്ഷന് ജനം ജയിപ്പിച്ചാൽ തന്നെ ഒരു തീരുമാനം, ഒരു മുഖ്യമന്ത്രി ആരാന്നൊരു തീരുമാനം എത്തണമെങ്കിൽ ചുരുങ്ങിയ പക്ഷം 1 മാസം കഴിയേണ്ടി വരും. അതേസമയത്ത് നമ്മളിപ്പം എൽ ഡി എഫിനെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രിയാണെങ്കിൽ ഒന്നും പറയേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി ആരാന്ന് ഇപ്പം തന്നെ വേണേൽ പ്രഖ്യാപിക്കാം. ഒരുത്തനും ഒരു വകുപ്പും ചെയ്യല. അധികാരം കിട്ടിയാൽ, ഈ എൽ ഡി എഫിന് അധികാരം കിട്ടിയാൽ ഉണ്ടല്ലോ, കൂടെ ജയിച്ച് വരുന്ന ഒരുത്തനും ഒരു പൂട പോലും അനക്കുകയില്ല. അത്ര സ്ട്രോങ് ആ പുള്ളി. ഒരുത്തനും ഒരു പൂട പോലും അനക്കുകയില്ല. കാര്യങ്ങളെല്ലാം പുള്ളി തീരുമാനിക്കും. ഒരുത്തനും ഒരു വകുപ്പും ചെയ്യല. ഈ കമ്മ്യൂണിസ്റ്റിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് EMSനോ EK നായനാർക്കോ അച്യുതാനന്ദനോ പോലും ഇവർക്കൊന്നും മുഖ്യമന്ത്രിമാരായിട്ടിരുന്നപ്പോൾ നടക്കാത്ത കാര്യങ്ങൾ ഇഷ്ടംപോലെ ഇങ്ങനെ നടത്തിയിട്ടുണ്ട്. ഇവരൊക്കെ EMS ഒക്കെ ലോക പ്രശസ്തരായ കമ്മ്യൂണിസ്റ്റുകാരെന്നാണ് പറയപ്പെടുന്നത്. EMSനോ EK നായനാർക്കോ അച്യുതാനന്ദനോ പോലും മക്കളെയോ മരുമക്കളെയോ ഒന്നും മന്ത്രിയും ആ ഉന്നത സ്ഥാനത്തൊന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അതൊക്കെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിനെതിരാന്നൊക്കെ വിശ്വസിച്ചുകൊണ്ടിരുന്നവരവർ. ഇപ്പോൾ അതൊക്കെ പോയിട്ട് അത് ആരെന്നാ പറഞ്ഞാലും ഞാൻ ആക്കും. എന്നാ തൻ്റെടോ? ഞാനാണ്. എന്നാ തൻ്റെടോ? ഒരുത്തനും അനങ്ങുകയില്ല. എന്നാ തൻ്റെടോ? ഒരു പരിധി വരെ പറഞ്ഞാൽ ഇങ്ങനെ തൻ്റെടോ ഉള്ളവർ വേണം. ഈ മറുഭാഗത്ത് കടന്ന് നിങ്ങളെല്ലാം കൂടെ തമ്മിൽ തല്ലുമ്പം 71 പേരുണ്ടെങ്കിലല്ലേ ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 71 പേര് കോൺഗ്രസ്സുകാർ ജയിച്ചു വന്നാൽ 71 പേർക്കും അവർക്ക് മുഖ്യമന്ത്രിയാകണം. ആരാ നിയന്ത്രിക്കാനുള്ളത്? ഈ 71 എന്നുള്ളത് അവസാനം ചുരുങ്ങി ഒരു 4-5 പേരായിട്ട് ചുരുങ്ങും. ഈ 4-5 പേര് തല പോയാൽ മാറിക്കൊടുക്കില്ല. ആ തല പോയി മാറിക്കൊടുക്കാത്ത ഒരു സാഹചര്യത്തിൽ വീണ്ടും അവരെ ഒന്ന് ഏൽപ്പിച്ചാലുള്ള രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയേ. വോട്ട് കൊടുക്കുന്നവൻ എല്ലാ അവസാനം എന്നായി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ശശിയായി. എന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ പിന്നെ ഹൈക്കമാൻഡ് തീരുമാനിക്കണം, അങ്ങോട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് ഈ സമരമൊക്കെ ഇപ്പം നമ്മളെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേകത, ഏത് സമരം എവിടം വരെ വരണമെന്ന് പുള്ളിക്കാരൻ തീരുമാനിക്കും. ആര് സമരം ചെയ്താലും എവിടം വരെ വരണമെന്ന് പുള്ളി തീരുമാനിക്കും. കാരണം പുള്ളിക്കാരൻ എല്ലായിടത്തും ഭയങ്കര പിടിപാടാ. അതുകൊണ്ട് സമരം എവിടം വരെ വരണമെന്ന്
തീരുമാനിക്കും. ഇനി കൂടുതൽ കാണിച്ചാൽ തുണി പൊക്കി കാണിക്കുമോ അല്ലെ കരിങ്കുടി കാണിക്കുമോ, അങ്ങനെ ശല്യമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഹെൽമറ്റ്, ചെടിച്ചട്ടി, കുറുവടി ഇതൊക്കെ വെച്ചുള്ള രക്ഷാപ്രവർത്തനം കൃത്യമായിട്ട് കൊടുത്തിരിക്കും. അന്നേരം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഏതവനെ വരച്ച വരെ നിർത്താൻ അറിയാവുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 10 വർഷം നടന്ന ഒരു സമരവും ലക്ഷ്യത്തിലെത്തിയിട്ടില്ല. എന്നാ കാരണം എന്നറിയോ? ഈ സമരങ്ങൾക്കെല്ലാം മുൻധാരണയുണ്ട്. ഞങ്ങൾ കാണിക്കും, നിങ്ങൾ അടിക്കും, അടി ഈ മണ്ടന്മാർക്കിട്ട് കൊള്ളും, അങ്ങനെ ഇങ്ങനെയാണെന്നും പറഞ്ഞു. അതുകൊണ്ട് ഈ സമരങ്ങളെല്ലാം ഇപ്പം വെൽ പ്ലാൻഡാണ്. സമരങ്ങളെല്ലാം നോക്കിയിരിക്കുന്ന നാട്ടുകാർ വിഡ്ഢികൾ. അങ്ങനെയും പറയാൻ പറ്റിയല്ല. ഇപ്പം നാട്ടുകാർക്കറിയാം ഇതെല്ലാം ധാരണയിലുള്ള സമരമാണെന്നും ഇതെല്ലാം ധാരണയെ പൊക്കി കാണിക്കുന്നതാണെന്നും ഇതെല്ലാം ധാരണയിലാണെന്നും. കാരണം ഈ മിക്ക സമരങ്ങൾക്കകത്ത് നേതാക്കന്മാർക്ക് അടി കിട്ടുന്നേ ഇല്ല. ഇവർ വന്ന് ഈ അണികൾക്ക് അടി കിട്ടത്തക്ക രീതിയിൽ എസ്കേപ്പായി പോകാനുള്ള സംവിധാനം പോലീസും ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം ജനത്തിനും മനസ്സിലായി ഇതെല്ലാം വെറും ധാരണയിലുള്ള കളികളാണ്. അതുകൊണ്ട് നോക്കിയിരുന്നിട്ടും കാര്യമൊന്നുമില്ല. ഇപ്പം ഞാനതുകൊണ്ട് മനസ്സിലാക്കുന്നത്, ടി വിക്കകത്തൊക്കെ അടി നടക്കുന്നത് ലൈവ് കാണുകയാണെങ്കിൽ പോലും സാധാരണക്കാരിപ്പം ആകാംക്ഷയോടെ അത് നോക്കിയിരിക്കുന്നേ ഇല്ല. കാരണം അവർക്കറിയാം ഇത് അവസാനം എവിടെ ചെല്ലുമെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ലക്ഷ്യം കാണാത്ത സമരങ്ങൾ ലക്ഷ്യം കാണാതെ പോയതല്ല. ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഇതെവിടെ ചെല്ലണമെന്ന് തീരുമാനിക്കേണ്ടവർ തീരുമാനിച്ചതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ വിഡ്ഢികളാകാതിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.